മാതാപിതാക്കൾ തന്നെ ഒരു പക്ഷേ ഭാരമായി മാറുന്നൊരവസ്ഥയിലേക്ക് കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, അങ്ങനെ കുടുംബം എന്നത് കൂടാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് വിദൂര ഭാവിയിൽ എല്ലാവരും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റപ്പെടലിൽ അവരവരുടെ ലോകം തീർക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രമിക്കുന്നത് അങ്ങനെയാണ്. ഒരു വേള കുറേ ആളുകൾ ഇതിൽ നിന്നൊക്കെ ഒഴിവുണ്ടാവും. ഉദാഹരണത്തിനൊരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗം, അത് ഞാൻ എങ്ങനെയായിരിക്കണം, എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ അടുത്ത കാലഘട്ടത്തിൽ പ്രത്യേക കണ്ടന്റുകളൊന്നുമില്ലാതെ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിട്ട് ഒറ്റക്കൊറ്റക്ക് ആളായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മാതാവിൻ്റെ സംസ്കൃതിയിൽ നിന്ന്, പിതാവിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന്, കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന്, സമൂഹത്തിൻ്റെ പൈതൃകത്തിൽ നിന്ന് ഒക്കെ ഇങ്ങനെ വ്യതിചലിച്ചു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ അറിയുന്നില്ല. നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് നല്ലതാണ്. സോഷ്യൽ മീഡിയ ലോകത്തെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. പക്ഷെ ഒരിക്കലും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ മറ്റൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. എന്നിട്ട് അത് ChatGPT പോലെയുള്ളതിലേക്ക് അതിലേക്കൊക്കെ കടന്നിട്ട് അവസാനം AI നിങ്ങളെ പൊക്കി, നിങ്ങളുടെ വേഷവിധാനങ്ങൾ മാറ്റി. ഇപ്പൊ അങ്ങനത്തെ കൗൺസിലിങ്ങിനാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയില്ല സാർ, ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടില്ല, എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വന്നത്, എനിക്കറിഞ്ഞുകൂടാ എന്നൊക്കെ പറയുന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മുടെ ഒരു നല്ല ഫോട്ടോ ഇട്ടാൽ അതൊരു മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുന്ന, സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യുന്നൊരു കാലത്താണ് നമ്മളുള്ളത്. അവിടെ എല്ലാ കാലത്തും നമ്മളെ മാത്രം ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് ഓരോ രീതിയിൽ ഫോട്ടോ എടുത്ത് വിടുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ മഫ്തയെ അഴിച്ചു മാറ്റാനും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനും പറ്റുന്ന AI ഡെവലപ്പ് ചെയ്തതുകൊണ്ട് വളരെ മോശമായ പിക്ചറുകളുടെ ഗ്രൂപ്പുകളുണ്ട്. ഞാൻ കാലത്തോടാണ് ഇപ്പൊ സമ്പാദിക്കുന്നത്. സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്തിട്ട് നിനക്ക് ഇന്ന ടൈപ്പിലുള്ള കുട്ടികളെ വേണോ എന്ന് ചോദിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. ഇന്ന ഫോട്ടോ കാണണമെങ്കിൽ ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് അതിനെ വിൽക്കുന്ന വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് 10,000-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. അത് പരസ്യമായി ഇല്ലെങ്കിൽ പോലും പേയ്മെന്റ് കൊടുത്താൽ കയറാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ കുട്ടികളുടെ ഫോട്ടോകൾ സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പക്ഷേ പർദ്ദയിട്ടിട്ടായിരിക്കാം ആ ഫോട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ടാവുക. നമ്മളൊരു പക്ഷേ നല്ല രീതിയിലായിരിക്കും ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അതിനെപ്പോലും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയിട്ട് ആഘോഷിക്കുന്ന കഴുകന്മാർ ഉള്ളൊരു കാലത്താണ് നമ്മളുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം, എല്ലാ കാലത്തും കുടുംബ സംഗമത്തില് നാത്തൂൻ പോലും അമ്മായിമ്മ പോലും പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതത് കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് ഏറ്റവും വലിയ വായന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പുസ്തക വായനയല്ല. പുസ്തക വായന എന്ന് പറഞ്ഞാൽ നല്ലതാണ്, നന്നായിട്ട് നമ്മൾ വായിക്കണം, ഡെയിലി വായിക്കണം, ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും. എല്ലാ പെണ്ണുങ്ങളും വായിക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം വിശുദ്ധ ഖുർആൻ തുടങ്ങിയിട്ടുള്ളത് തന്നെ ഇഖ്റ, നീ വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് വായന നമുക്ക് അന്യമല്ല. പക്ഷെ ആ വായനയേക്കാൾ വലിയ വായന എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? സോഷ്യൽ റീഡിംഗ് ആണ്, സമൂഹത്തെ വായിക്കലാണ്. സമൂഹത്തെ വായിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളെ വായിക്കുക, സമൂഹത്തെ വായിക്കുക, കെടുതികളെ നമ്മൾ മനസ്സിലാക്കുക എന്നത് ഓരോ സമയത്ത് നമ്മൾ അറിഞ്ഞില്ലേ? ഇപ്പോ എന്താണ്, ഞാനിപ്പോ രാഷ്ട്രീയം പറയല്ല, SIR എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പൂർണ്ണമായി അറിയാത്ത ആളുകളുണ്ട്. ഒരുപക്ഷെ ആ ഫോമാണ്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഏകദേശം 25 ലക്ഷം ആളുകൾ കേരളക്കരയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. രാഷ്ട്രീയം പറയാന്ന് നിങ്ങൾ വിചാരിക്കരുത്. എവിടെയൊക്കെയാണോ ഇത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സീറ്റ് സെക്കൻഡ് സ്ഥാനത്തുള്ളത്, അവരെ 1-ാം സ്ഥാനത്തേക്കാക്കാൻ വേണ്ടിയിട്ട് 25,000 50,000 ഓരോ സ്ഥലത്തും വോട്ടുകൾ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെല്ലുമ്പോഴേക്ക് വീണ്ടും ചേർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അധികം താമസിയാതെ ഉദ്ദേശിക്കുന്ന ആളുകൾ കേരളം ഭരിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് SIR-നെ കൊണ്ടുപോകുമ്പോൾ അതിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് നമ്മൾ തർക്കിക്കുകയാണ്. മതസംഘടനയുടെ പേര് പറഞ്ഞ് നമ്മൾ തർക്കിക്കുന്നു, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ തർക്കിക്കുന്നു. ഓരോ ആളുകളും ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നു. ആദ്യം പേപ്പറിൽ നിന്ന്, പിന്നെ റേഷൻ കാർഡിൽ നിന്ന്, പിന്നെ സമൂഹത്തിൽ നിന്ന്, പിന്നെ രാജ്യത്തിൽ നിന്ന് മാറുന്ന ഒരവസ്ഥയിലേക്ക് SIR-നെ കൊണ്ടുപോകുമ്പോൾ അതിനെക്കുറിച്ച് പോലും നമുക്കൊരു ധാരണയില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഏകദേശം 38ഓളം സ്ഥാനത്ത് അത് ഉദ്ദേശിക്കുന്ന പാർട്ടിക്ക്, ഇതങ്ങനെ ഒരു സംഗമമല്ലാത്തതുകൊണ്ട് പറഞ്ഞോട്ടെ, 2-ാം സ്ഥാനത്താണ് വോട്ടുള്ളത്.
അപ്പൊ ഏകദേശം 30,000 50,000 വോട്ടുകൾ മാറ്റിക്കഴിഞ്ഞാൽ അവർ 1ാം സ്ഥാനത്തേക്ക് വരുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ 38 സീറ്റൊക്കെ ആകുമ്പോൾ കേരളം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അവർക്കറിയാം. ഇതിന്റെ ഒരു രാഷ്ട്രീയ കളിയാണ് കളിക്കുന്നത് എന്ന് പോലും സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ അറിയുന്നില്ല. അപ്പോഴും നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ നമ്മൾ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചു. ഇതിനെക്കുറിച്ച് അവബോധം പറയാതെ നമ്മൾ പരസ്പരം ചരിവാരി എറിഞ്ഞു. ആയപ്പള്ളി കുടുംബത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറയാൻ, ഒരാൾ ചിലപ്പോൾ ഈ പാർട്ടിക്ക് മത്സരിക്കുമ്പോൾ മറ്റാൾ ആ പാർട്ടിക്ക് മത്സരിച്ചപ്പോ ആ വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, അയാളുടെ മോശത്തരങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ നമ്മുടെ തല ഉടലിന്റെ മുകളിൽ വേണോ എന്ന ചർച്ച നടക്കുന്ന സമയത്താണ് നമ്മൾ ഒന്നും അറിയാതെ തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം കുടുംബ സംഗമങ്ങളിലെങ്കിലും ഇനി ഇത്തരം കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് രാഷ്ട്രീയപരമായി പറയുമ്പോൾ രാഷ്ട്രീയത്തിന്റെ വിവക്ഷയായിട്ട് ആളുകൾ കരുതുന്നു. കുടുംബത്തിൽ ഓരോരുത്തർ ഇതിൽ എത്ര പേര് നിങ്ങളുടെ ലിസ്റ്റ് അതിൽ ഉണ്ടോ എന്ന് നോക്കിയ ആളുകൾ ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കിയാട്ടെ. നോക്കിയിട്ട് കണ്ടെത്തിയ ആളുകൾ, അഥവാ പേരില്ല എങ്കിൽ അക്ഷയ സെന്ററിൽ പോയി ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തവർ ഇപ്പൊ കൈ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 3 കൈയാകുള്ളൂ. ഇതിന് എത്ര ദിവസമുള്ളത്? ആയപ്പള്ളി കുടുംബത്തിൽ ഇന്ന് ഈ സംഗമം കൂടിയപ്പോ ചിലപ്പോ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടാവും. അടുത്ത കുടുംബ സംഗമം നിങ്ങൾ കൂടുമ്പോ നിങ്ങളെ പേരിൽ ഒരു ലിസ്റ്റ് പോലും ഇല്ലാത്ത ആ അവസ്ഥയിലേക്ക് നമ്മൾ കൂടേണ്ടി വരും. ഇത് വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. ഇതേ സംഭവം ബീഹാറിൽ നടന്നത്, ഇതേ സംഭവം മറ്റുള്ളിടത്തും നടന്നത്. കേരളത്തിന് മാത്രമായി വേറൊന്നും നടക്കുകയില്ല. കേരളത്തിന് മാത്രമായി വേറൊന്നും നടക്കുകയേയില്ല. SIR-ന്റെ ഫോം അത് ഡിക്ലെയർ ചെയ്തു ഡൽഹിയിൽ നിന്ന് പിറ്റത്തെ ദിവസം 2.5 കോടി ഫോമാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മളൊക്കെ അറിയുന്നത് കുറെ വൈകിയാണ്. ഇതൊക്കെ എന്നോ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പ്രഖ്യാപിച്ചുവെങ്കിൽ 2.5 കോടി ഫോം നാളെ ഇറങ്ങണമെങ്കിൽ ആ പ്രസന്റായിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങിന്റെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെയല്ല. നമ്മൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഏതെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ 5 ആളുകൾ ഒന്നിച്ചുള്ള സാധനത്തിനെ നഗ്നമാക്കിയിട്ട് കൊണ്ടുവരാനുള്ള കെൽപ്പുള്ള സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യുന്ന ഒരു കാലത്ത് സോഷ്യൽ മീഡിയക്കാരത് ചെയ്തിട്ടല്ല, അത് ഹാക്ക് ചെയ്യുന്നു, എന്നിട്ട് അത് പ്രദർശിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് മലബാരി കുട്ടികളെ വേണോ, അറേബ്യൻ കുട്ടികളെ വേണോ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ ആളുകളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നു. എന്നിട്ട് അത് ആസ്വദിച്ച് ജീവിക്കുന്ന മറ്റു സമൂഹക്കാർ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ കെടുതികളെന്ന് നമുക്കറിയില്ല. ഞാൻ പേടിപ്പിക്കാന്ന് വിചാരിക്കരുത്. ഇപ്പൊ ലൈവായി നടക്കുന്ന സംഭവങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ അതെങ്ങനെ ഉപയോഗിക്കാം, അത് ഹാക്ക് ചെയ്യാതെ എങ്ങനെയൊക്കെ കാക്കാം, അതിന്റെ നിയമപരമായ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഒരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനൊരു അഹങ്കാരം പറയല്ല, എന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 57 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഒരൊറ്റ രാജ്യത്തിന്റെയും ഞാനിതാ ഇന്ന് ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്റെ വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണില്ല. അത് ഇത് പേടിച്ചിട്ടൊന്നുമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആളാക്കേണ്ടത് നമ്മുടെ പോസ്റ്റർ ഇട്ടിട്ടല്ല. ഒരു രാജ്യത്ത് പോയാൽ 57 വീഡിയോ എങ്കിലും ഇടുന്ന ഒരു കാലത്ത്, 57 വീഡിയോകളെങ്കിലും ഇടുന്ന ഒരു കാലത്ത് എന്തുകൊണ്ട് നമ്മൾ അതിന് നിൽക്കുന്നില്ല എന്നാണ് സെൽഫ് ബൂസ്റ്റിങ്ങിന്റെ ആവശ്യം നമുക്കില്ലാത്തത് കൊണ്ട്. സെൽഫ് ബൂസ്റ്റിംഗ്, ചിലർ വീട് വെക്കും, എന്നിട്ട് ഒരു കൊല്ലത്തോളം വീടിന്റെ പരിപാടികൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലതായിരിക്കാം ചിലപ്പോൾ സെൽഫ് ബൂസ്റ്റിങ്ങിന്. എത്ര ഒരു വൾഗറാന്നൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരു വീടല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇവിടെ അതിലും വലിയവർ എത്ര വീട് വെച്ചു. യൂസഫ് അലി സാഹിബിന്റെ വീട് കാണിച്ചുകൊണ്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ വീടൊക്കെ അദ്ദേഹത്തിൻ്റെതായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിങ്ങനെ ഒരു ഗോസിപ്പിന്റെ ലോകത്തിലൂടെ കടന്നു പോവാണ്. ഒരു ഗോസിപ്പിന്റെ ഒരു കാറ് വാങ്ങിച്ചാൽ ആ കാറിനെ നമ്മൾ 6 മാസം റീലാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേണ്ടാന്നല്ല അങ്ങനെ ഇടുന്നവരൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ അതൊന്നുമല്ല ലോകമെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. പണമല്ല ലോകമെന്നും സമ്പത്താണ് ലോകമെന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഞാൻ പറയും, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പണമല്ല ലോകമെന്നും സമ്പത്താണ് ലോകമെന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പൊ പണം തന്നെയല്ലേ സമ്പത്ത് എന്നതാണ്. പണം വേറെ, പൈസക്കാണ് പണം എന്ന് പറയാ. പക്ഷെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്, വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പത്ത്, സംസ്കാരമാണ് ഏറ്റവും വലിയ സമ്പത്ത്, കുടുംബജീവിതമാണ് ഏറ്റവും വലിയ സമ്പത്ത്, സമൂഹത്തിന്റെ ഇടയിലുള്ള ജീവിതമാണ് ഏറ്റവും വലിയ സമ്പത്ത്, ശാന്തമായ കുടുംബജീവിതമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരിക്കലും എന്തല്ല, പണം വർദ്ധിപ്പിക്കാനല്ല.
പണം വർദ്ധിച്ചു എന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. എത്രയോ വലിയ പണക്കാർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമ്പത്ത് കിട്ടിയിട്ടില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന് നമ്മൾ ചെറുപ്പത്തിലെ പറയുന്നതാണ്. ന ചൗരഹാര്യം ന ഭ്രാതൃഭാജ്യം ന ചഭാരകാരി വയേ കൃതേ വർധനേവ നിത്യം. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണ്. അതാണ് വിദ്യ എന്ന ധനം. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബാറ്റ്സ്മാൻ ആണ്. മെസ്സിയോട് നിങ്ങൾ ഇന്ന് ലോകത്തിന്റെ ലെജൻഡ് ആണെന്ന് പറയുമ്പോൾ നിങ്ങളും ലോകത്തിന്റെ ലെജൻഡ് ആയിരുന്നു എന്ന് മെസ്സി പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ കളിക്കാരനായി എത്തിയിട്ടും ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നതാണ് എന്റെ സങ്കടം. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ഇനി ആർക്കാകാൻ പറ്റാന്ന് അറിഞ്ഞുകൂടാ. അത്ര എത്തിയിട്ട് പോലും വിദ്യാഭ്യാസമില്ലാത്തത് സങ്കടമായി കൊണ്ട് നടക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ. കാരണം 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. കമലാ സുരയ്യ മലയാളത്തിന്റെ മനോഹരമായ എഴുത്തിനെ ലോകതലത്തിലേക്ക് ഇംഗ്ലീഷിൽ വികസിപ്പിച്ച ഒരു പെൺകുട്ടിയാണ്. പക്ഷേ കമലാ സുരയ്യ എന്നും പറയാറുള്ളത് എന്താ? 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന സങ്കടം മാത്രമാണ് എനിക്ക്. ഡോക്ടർ കമലാ സുരയ്യ അത് ഡീലിറ്റ് ആയിട്ട് കൊടുത്തതാണ് യൂണിവേഴ്സിറ്റി. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഒരു ലോകത്തിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോയാൽ അത് ഏറ്റവും വലിയ സമ്പത്താണ് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പൈസയേക്കാൾ മുകളിലാണ്. സമാധാനപരമായ ഒരു ജീവിതം ഏറ്റവും വലിയ സമ്പത്തിനേക്കാൾ മുകളിലാണ്. കുടുംബ സംഗമം നമ്മൾ കൂടുന്നത് ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പൊ ഇവിടെയുള്ള ഓരോ ആളുകളും, ഞാൻ അടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണം. സമാധാനം കളയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ചെയ്തികൾ തന്നെ നമ്മുടെ സമാധാനം കളയും. നമ്മുടെ മക്കൾ നമ്മുടെ സമാധാനം കളയും. നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മുടെ മക്കളുടെ സമാധാനം കളയും. കുടുംബത്തിന്റെ ശിഥിലീകരണം ഒരുപക്ഷെ നമ്മളിലൂടെ നടമാടും. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിച്ച് അതിമനോഹരമായ നല്ലൊരു മനുഷ്യനാകാൻ നമുക്ക് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അബദ്ധങ്ങൾ വരാം, പ്രശ്നങ്ങൾ വരാം. അതിൻ്റെ ഇടക്ക് നമ്മൾ എന്തായിരിക്കണം? കൃത്യമായി നല്ല മേഖലയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് കുടുംബത്തെ കൊണ്ടുപോകേണ്ടത്? ഒന്ന്, നേരത്തെ ജോൺസൺ സാറ് സൂചിപ്പിച്ചതുപോലെ ആയപ്പള്ളി കുടുംബത്തിൽ നല്ല വിദ്യാസമ്പന്നരുണ്ടാവുക എന്ന്. ഇപ്പൊ ഇവിടെ വന്നിട്ട് കുറച്ച് കുട്ടികളൊക്കെ അവാർഡുകൾ വാങ്ങിച്ചു. അതിൽ BSc സൈക്കോളജി കഴിഞ്ഞ കുട്ടിയുണ്ട്, അതേപോലെ മറ്റുള്ളവരുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു. അവിടെയും നമ്മൾ നിൽക്കരുത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് പഠിച്ചു പോകണം. പഠിച്ചു പോകുമ്പോ മൂല്യം നഷ്ടപ്പെടുന്ന ഒരു പഠനത്തിലേക്ക് നമ്മൾ പോകരുത്. ചിലപ്പോഴൊക്കെ വിദ്യാഭ്യാസം ഇങ്ങനെ കൂടുമ്പോ നമ്മുടെ മൂല്യങ്ങൾ ഇങ്ങനെ ചോർന്നു പോകുന്നതൊക്കെയാണ്. DYSP റാങ്കിലിരിക്കുന്ന ആളുകൾ വന്ന് നമ്മളോട് മൂല്യം സംസാരിക്കുമ്പോൾ അത്രയൊന്നും എത്താത്ത നമ്മൾ വെറുതെ മൂല്യം ഇല്ലാത്തതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അതിനു മുകളിലേക്ക് പോയാൽ ഇപ്പൊ നമുക്കൊക്കെ സംശയം, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ? കുട്ടികളുടെ ചോദ്യമാണിപ്പോ. വയസ്സായ ആൾക്കാരത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നെട്ടും. നമ്മളിത് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ക്യാമ്പസുകളിൽ അഥവാ ലിബറലിസം കടന്നു വന്നിട്ട് യതീസ്റ്റുകളുടെ സംസാരം കേട്ടിട്ട് കുടുംബത്തിൽ നിന്ന് മെല്ലെ 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 ആളുകൾ ഇങ്ങനെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ആയപ്പള്ളി കുടുംബത്തിൽ അതില്ലല്ലോ എന്ന്. അങ്ങനെ തന്നെ പണ്ടൊരു കവിയും എഴുതി വെച്ചത്. ഫസ്റ്റ് they came for the Islamists. അവരാദ്യം മുസ്ലിമീങ്ങളെ തേടിയെത്തി. I didn't speak about it. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. Then they came for the communists. അവർ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ തേടിയെത്തി. I didn't speak about it. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. Because I am not a communist. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. Then they came for the socialists. പിന്നീട് അവർ സോഷ്യലിസ്റ്റുകാരെ തേടിയെത്തി. വർഗീയവാദികൾ വന്ന വഴി പറയാണ്. I didn't speak about it. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. Because I am not a socialist. ഞാനൊരു സോഷ്യലിസ്റ്റുകാരനായിരുന്നില്ല. ആദ്യം പറഞ്ഞത് അവർ ഇസ്ലാമിനെ തേടിയെത്തി. Firstly they came for the Islamists. I didn't speak about it because I am not an Islamist. ഞാനൊരു മുസ്ലിം ആയിരുന്നില്ല കവി പറയാണ്. അവസാനം പറയുന്നുണ്ട് they came for me. അവസാനം അവർ എന്നെ തേടി വന്നു. ലോകപ്രസിദ്ധമായ ഒരു കവിതയാണ്. They came for me. അവസാനം അവർ എന്നെ തേടി വന്നു. They didn't speak about it. അവരാരും എന്നെ കുറിച്ച് പറഞ്ഞില്ല. കാരണം അവരാരും ഞാനായിരുന്നില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മളിലേക്ക് വരികയില്ല എന്നും. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഇത് നമ്മളിലേക്കും വരും, നമ്മുടെ കുടുംബത്തിലേക്കും വരും. വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ കുടുംബം കായൽമഠത്തിൽ കുടുംബമാണ്. എന്റെ കുടുംബമാകട്ടെ, നിങ്ങളുടെ ആയപ്പള്ളി കുടുംബമാകട്ടെ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ എത്തീസ്റ്റായി കഴിഞ്ഞാൽ, ഒരാൾ അല്ലാഹ്ക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ ഉണ്ടായി കഴിഞ്ഞാൽ, ആ മാതാപിതാക്കൾ എത്ര വേദനിക്കുമെന്നറിയോ? ആ കുടുംബം എത്ര വേദനിക്കുമെന്നറിയോ?
നമ്മൾ ഒരുപാട് കാലങ്ങളായി വിശ്വസിച്ച പ്രമാണങ്ങളെ മുഴുവൻ കാട്ടിൽ പരത്തിക്കൊണ്ട് ഏതോ ഒന്ന് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു കുട്ടിയുണ്ടായാൽ മതി ഒരു കുടുംബത്തില്. ആ കുടുംബത്തിന്റെ മുഴുവൻ അവസ്ഥകളും ഇല്ലാതെയാകും. ഇതില്ലാതെയാകണമെങ്കിൽ കുട്ടികൾക്ക് മൂല്യവത്തായ വിദ്യാഭ്യാസം കൊടുക്കൽ നിർബന്ധമാണ്. നമ്മൾ ആകെ 5ാം ക്ലാസ് വരെ മദ്രസയും കൊടുത്തില്ലെങ്കിൽ 7ാം ക്ലാസ് വരെ മദ്രസയും കൊടുത്തിട്ട് പിന്നെ ഫുൾ അങ്ങോട്ട് വിടുകയാണ്. എന്നിട്ട് കുട്ടികൾ തോന്നിയ രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് ബേസിക് നോളജാണ്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ കുട്ടികളെ കൂട്ടിയിട്ട് ഒരു ദീനി സ്പോക്ക് നടത്താറുണ്ടോ, ഒരു സ്പീച്ച് നടത്താറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളെല്ലാ ഡോക്ടേഴ്സിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ എഞ്ചിനീയേഴ്സിനെ വെച്ചുകൊണ്ട് ഞാൻ പറയാ, ഏറ്റവും നന്നായി സയൻസിനെ കുറിച്ചിട്ടും ഖുർആനെ കുറിച്ചിട്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, ഖുർആനെ കുറിച്ച് ഉലമാക്കൾ പറയുമ്പോൾ സയൻസിനെ കുറിച്ച് IIT നിന്ന് PhD കഴിഞ്ഞവർ സംസാരിക്കട്ടെ. അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കണം. അതാണ് കോൺഫിഡൻസ്. അല്ലാതെ ഏതെങ്കിലും ഒരു BSc സയൻസ് കഴിഞ്ഞ് MSc സയൻസ് കഴിഞ്ഞവരല്ല സംസാരിക്കേണ്ടത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിന്റെ റിസർച്ച് കഴിഞ്ഞ ആളുകൾ ദീനിനെ കുറിച്ച് സംസാരിക്കട്ടെ. ഇഷ്ടം പോലെ മക്കളുണ്ട് ഇപ്പോ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പ്രൊഫഷണലി ജീവിക്കുന്ന മക്കൾക്ക് ഡോക്ടേഴ്സ് ആകാം, എഞ്ചിനീയർ ആകാം, ആരുമാകട്ടെ, അങ്ങനെയുള്ള ആളുകൾക്ക് അതിമനോഹരമായി വീണ്ടും ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ്. 5ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച ആ മദ്രസയിലെ കാര്യങ്ങൾ അത് ഏറ്റവും മഹത്തായത്. അതിനെ ഞാൻ വില കുറച്ച് കാണല്ല. അതിനുശേഷം പിന്നെ ദീനീപരമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മക്കൾക്ക് കൊടുത്തോ? അപ്പൊ അതിനെന്താ വഴി? ഇന്റർനാഷണൽ സ്പീക്കേഴ്സിന്റെ സ്പീച്ച് കേൾപ്പിക്കണം. കുട്ടികൾ ഇംഗ്ലീഷ് അറിയുന്നവരല്ലേ? ലോകത്തിൽ ഏറ്റവും മനോഹരമായി സയൻസിനെ കുറിച്ചും ശാസ്ത്രത്തിന്റെ അങ്ങേയറ്റത്തെ കുറിച്ചും പറയുന്ന ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഉണ്ട്. അവരുടെ സ്പീച്ചുകൾ നമ്മൾ കേൾപ്പിക്കാറുണ്ടോ? ഞാൻ കാലത്തോടെ സംവദിക്കുന്നത് എത്തീസ്റ്റുകൾ, നമ്മളിപ്പോ കേരളത്തിലെ 3-4 എത്തീസ്റ്റുകളല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് എത്തീസ്റ്റുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ പിന്നെ ഇസ്ലാമിലേക്ക് റിവേർഷൻ ചെയ്തിട്ട് അവരുടെ യൂട്യൂബിൽ കിടക്കുന്ന സ്പീച്ചസ് ഉണ്ട്. നമ്മളെ കുട്ടികൾ അത് കേൾക്കാറുണ്ടോ? US-ലെ, UK-ലെ, കാനഡയിലെ, ഓസ്ട്രേലിയയിലെ എത്രയോ എത്തീസ്റ്റുകളായി കാലങ്ങളായി ജീവിച്ചിട്ട് അവസാനം അന്വേഷിച്ചിട്ട് ഖുർആനിലേക്ക് തിരിച്ചു വന്നിട്ട് അവരുടെ സ്പീച്ചുകൾ കിടക്കുന്നുണ്ട്. മലയാളികളുടേത് മാത്രം നമ്മൾ കേൾക്കരുത്. അതിലൊരു തരം വൃത്തമുണ്ടാകാം. അതിനും അപ്പുറത്തേക്ക് ഇന്റർനാഷണൽ സ്പീക്കേഴ്സിന്റെ നമ്മുടെ കുട്ടികൾ കേൾക്കട്ടെ. നമ്മൾ ഒരിക്കലെങ്കിലും കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു സംവാദത്തിന് പുറപ്പെട്ടിട്ട് അവസാനം ഇസ്ലാമിനെ ചീത്ത വിളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള എസ്റ്റസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അന്ന് അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി കൊണ്ട് മറിച്ചിട്ടിട്ട് അവസാനം അദ്ദേഹം പിന്നെ ഖുർആനെ പഠിച്ചിട്ട് എസ്റ്റസിന്റെ പ്രസംഗങ്ങൾ കിടക്കുന്നുണ്ട് യൂട്യൂബില്. നമ്മുടെ കുട്ടികൾ കേൾക്കാറുണ്ടോ? ഇങ്ങനെ കുട്ടികളെ ബൗദ്ധികപരമായി അഥവാ ബുദ്ധിപരമായ വളർച്ചയിലൂടെ കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാകരുത്. ഇതെല്ലാം ഇല്ലാതിരിക്കാനുള്ള ഒരു സാമൂഹ്യാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ പേരാണ് ഫാമിലി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരസ്പര സ്നേഹത്തിന്റെ, സമ്പർക്കത്തിന്റെ, പരസ്പരം എഡ്യൂക്കേഷന്റെ, അവർക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ ഉയരങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന്റെ. ആയപ്പള്ളി കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് ചോദിച്ചോട്ടെ, ഇപ്പതാ കുട്ടികൾക്ക് CBSE എക്സാമിനേഷൻ വരാനിരിക്കുന്നത്. ഇനി ആകെ ജനുവരി 17-ാം തീയതി തുടങ്ങുകയാണ് 10ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ. അവർക്ക് ആകെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇനി എത്രയുള്ളത്? ഫെബ്രുവരി 17 തുടങ്ങുകയാണ്. 1.5 മാസേ ആകുള്ളൂ കയ്യില്. ആ 1.5 മാസത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് എക്സാമിനേഷൻ സമ്പൂർണ്ണമായി നല്ല മാർക്കോട് കൂടി പാസ്സാകേണ്ടത് എന്ന് ഒരുപാട് പഠനങ്ങൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഇതിൽ മീഡിയയിൽ കിടക്കുമ്പോ അതിനുള്ള ഒരു ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? കുട്ടികളെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനുള്ള എക്സാമിനേഷനാണ് ഡിസംബറിൽ ലാസ്റ്റ് വരാൻ പോകുന്നത്. ആ എക്സാമിനേഷൻ എവിടെ നിന്നാണ് എഴുതുക എന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മലപ്പുറം മണ്ഡലം പാർട്ടിയെ ഞാൻ പറയുന്നില്ല, എപ്പോഴോ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ കേന്ദ്ര യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തേണ്ടെന്നൊരു കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഒറ്റ വർഷത്തിൽ 117ഓളം കുട്ടികളാണ് മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് മാത്രം കേന്ദ്ര യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത്. ഓരോരുത്തരും മെനക്കെടുമ്പോഴേ കുട്ടികൾ അങ്ങോട്ടൊക്കെ എത്തുകയുള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികളെ സാമ്പത്തികപരമായി സഹായിച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് പകരം ബുദ്ധിപരമായി സഹായിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഈ ലോകത്തിൽ സമ്പത്തിനേക്കാൾ വലുത് ബുദ്ധിയാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങളുടെ കയ്യിൽ 1000 കോടി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടിക്കൊരിക്കലും സിവിൽ സർവീസുകാരനാകാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ 1000 കോടി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കുട്ടിക്ക് എയിംസ് അഥവാ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സീറ്റ് കിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ 1000 കോടി ഉണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് IIT-യിൽ സീറ്റ് കിട്ടില്ല. കാരണം അതിന് ബുദ്ധിയാ വേണ്ടത്, സമ്പത്തല്ല. സൂര്യനാരായണമൂർത്തി
ഇൻഫോസിസിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ലോകം അറിയപ്പെടുന്ന വലിയ കമ്പനിയാണ് ഇൻഫോസിസ്. അതിന്റെ ചെയർമാൻ അമേരിക്കയിൽ പഠിക്കുന്ന തന്റെ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ. തന്റെ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോ അന്ന് പത്രക്കാർ ശ്രദ്ധിച്ചു, അത് നാരായണമൂർത്തി എത്തിയിട്ടുണ്ട്. അങ്ങനെ നാരായണമൂർത്തിയോട് ഒരു ഇന്റർവ്യൂ അമേരിക്കയിലെ പത്രക്കാർ. അവർ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ കൊണ്ടുവന്നിട്ട് കുട്ടിയെ ചേർത്തത് എന്നാണ്. അമേരിക്കയിൽ പ്രശസ്തമായ ക്യാമ്പസിലാണ് കുട്ടി പഠിക്കുന്നത്. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പോരാഞ്ഞിട്ട് എന്നതല്ല. അദ്ദേഹം കൊടുത്ത മറുപടി IIT-യിലെ JEE എക്സാം പാസ്സാകാത്തത് കൊണ്ട് എന്നാണ്. കാരണം JEE പാസ്സാകണമെങ്കിൽ സമ്പത്തല്ല വേണ്ടത്, എക്സ്ട്രാ ബ്രെയിൻ. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ എഡ്യൂക്കേഷന്റെ മറ്റൊരു ലെവലിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തും. അതൊരു ഭാഗം. അതിന് നമ്മൾ ഒരു അന്തരീക്ഷമാണ് വീട്ടിൽ ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തത്, ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കറിയാം, നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും. അതെന്താ? കുട്ടികൾ ഇങ്ങനെ കേടുപാടിലേക്ക് പോകാൻ സാധ്യതയുള്ള ചില മേഖലകൾ. അതിലൊന്ന് ഗെയിമിംഗ് ആണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കുട്ടികൾ ഏത് ഗെയിമാണ് കളിക്കുന്നത് എന്നൊരു എത്തിനോട്ടം പോലും നമ്മൾ നോക്കുന്നില്ല. സംസ്കാരം നഷ്ടപ്പെടുന്ന ഗെയിമുകളുണ്ട്. കുട്ടികളുടെ ബിഹേവിയർ അഥവാ പെരുമാറ്റങ്ങൾ മാറുന്ന ഗെയിമുകളുണ്ട്. സൈലന്റായ കുട്ടി വയലന്റ് ആകുന്ന ഗെയിമുകളുണ്ട്. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ഗെയിമുകളുണ്ട്. ഇതേപോലെ തന്നെ ചിലപ്പോൾ ഗെയിം അവസാനിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പോയി കൊല്ലാൻ തോന്നുന്ന ഗെയിമുകളുണ്ട്. മാതാപിതാക്കളോട് ഏറ്റുമുട്ടാൻ പറ്റുന്ന ഗെയിമുകളുണ്ട്. മാതാപിതാക്കൾ ഇങ്ങനെ ഫോൺ വാങ്ങി വെച്ചാൽ മാതാവിനെ തല്ലാൻ കെൽപ്പുള്ള ഗെയിമുകളുണ്ട്. അങ്ങനെയാണല്ലോ ഒരു കുട്ടി ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം കഴിയാറായപ്പോഴേക്കും മൊബൈൽ ഓഫായി. ഉമ്മയുടെ മൊബൈൽ കണ്ടിന്യൂഷന് വേണ്ടി ചോദിച്ചപ്പോൾ ഉമ്മ കൊടുത്തില്ല. അന്നാണ് ആ കുട്ടി ചെയ്തതെന്ത്? കഠാര കൊണ്ട് ഉമ്മയുടെ നെഞ്ചത്ത് കുത്തിയിട്ട് കൊലപ്പെടുത്തിയത്. ഈ അടുത്തിടെ കേരളത്തിന്. അതും ഒരു ഗെയിമാണ്, ഗെയിം അഡിക്ഷനാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഏത് ഗെയിമാണ് കളിക്കുന്നത് എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. അപ്പൊ അതെങ്ങനെ സാറേ, ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഏത് ഗെയിമാണെന്ന്. ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് മാതാക്കള്. പിന്നെ ലിങ്ക് ഉണ്ട് എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ മൊബൈലിലേക്ക് ചെറിയ മക്കളുടെ മൊബൈൽ കളിക്കുന്നതെല്ലാം ലിങ്ക് ഇടാൻ പറ്റുന്നതാണ്. അതിന്റെ ഓപ്ഷൻ നിങ്ങൾ ഓണാക്കി വെക്കണം. അവൻ എന്ത് നോക്കിയാലും നമുക്ക് അതിന്റെ ലിങ്കുകൾ കിട്ടും. കുട്ടികൾ എവിടെയാണ് വഴിതെറ്റി പോകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റും. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഒരിക്കലും മോശമാകാതിരിക്കാൻ ഞാൻ എവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തുകയാണ്. കുറെ മുമ്പാണ്, അധികം മുമ്പല്ല എന്നാലും. അപ്പൊ ആ കുട്ടി, ഉമ്മ പറഞ്ഞു എന്നോട്, കുട്ടി നല്ല കുട്ടിയാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല സാർ, പിന്നെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്. അതല്ല ഉമ്മാര് പിന്നെ മക്കളെ പറ്റി പറയാം. ആൾക്കാരോരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്. അങ്ങനെ ഞാൻ എന്താക്കി, ആ കുട്ടിയോട് ഒറ്റയ്ക്ക് ചോദിച്ചു, മോനെ പറ, നിന്റെ ഭാവം കണ്ടിട്ട്, നിന്റെ കണ്ണിന്റെ കളറ് കണ്ടിട്ട്, നിന്റെ ഈ പ്രകൃതം കണ്ടിട്ട് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു നീ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, സാർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എവിടെന്നാ നിനക്കത് കിട്ടുന്നത് എന്ന ചോദ്യത്തിന് ഇൻസ്റ്റഗ്രാമിലൂടെ എന്നാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ ഓർഡർ ചെയ്യുന്നു, എന്നിട്ട് എന്താക്കുന്നു, എത്തുന്നു, പീടികയുടെ അരികിലെത്തിയിട്ട് ആ പൊത്തിൽ അത് വെക്കുന്നു, എന്നിട്ട് ഗൂഗിൾ മാപ്പ് കുട്ടിക്കിടുന്നു. കുട്ടി പേയ്മെന്റ് കൊടുത്താൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആരും അറിയാതെ പൊത്തിൽ നിന്ന് എടുത്തിട്ട് വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോകും. ഉമ്മ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. ഉമ്മയുടെ പിന്നെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയത് പോലും ഉമ്മ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കാന്ന് വിചാരിക്കരുത്. ആയപ്പള്ളി കുടുംബത്തിൽ ഒരു കുട്ടിയും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നമ്മൾ എന്ത് വിചാരിക്കുന്നു? നമ്മൾ വിചാരിക്കുന്നത് കൂട്ടുകെട്ടിപ്പോയിട്ട്, ഞാൻ പറയാം, ഫ്രണ്ട്സായിട്ട് അത്യാവശ്യം നടന്ന കുട്ടികളെല്ലാം കൂടുതൽ വഷളാവുക. നമുക്കൊരു ധാരണയുണ്ട്, അങ്ങനെ കൂട്ടുകെട്ടിലൂടെ വഷളാകുന്നു. നെഗറ്റീവ് ഫോമിലേക്ക് പോയാൽ അതൊക്കെ വഷളാവും. പക്ഷെ അതിനേക്കാൾ വഷളാകൽ ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടിയാണ്. ഒറ്റക്ക് അവന്റെ പ്രകൃതം മാറിക്കൊണ്ടേയിരിക്കും. ഫ്രണ്ട്സ് ഉണ്ടാകണം, നമുക്ക് നല്ല കൂട്ടുകാരെ ഉണ്ടാക്കണം നമ്മളെ കുട്ടികൾക്ക്. ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടികളൊക്കെ മോശമെന്നല്ല കേട്ടോ, ഇതൊന്നും ജനറലൈസ് ചെയ്ത് നിങ്ങൾ കരുതരുത്. പക്ഷെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഓരോ ചിന്തകൾ വന്നിട്ട് ആ ഒരു ലോകത്തേക്കും എല്ലാം അവൻ വാതായനം തുറക്കും. പാവം ഉമ്മ അറിയാതെ അവന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും, അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടാവും. പിന്നൊരു ദിവസം തള്ളേ എന്നുള്ള വിളി കേൾക്കുമ്പോഴാണ് അറിയുക എന്റെ മോൻ മാറിയിട്ടുണ്ട് എന്ന്. തള്ളേ എന്ന് പറയുമ്പോഴാണ് തന്റെ മകൻ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, ഇവിടെയുള്ള രക്ഷിതാക്കളോട് ഞാൻ അധികം നെഗറ്റീവ് പറയല്ല, കാലഘട്ടത്തെ പറയുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഗെയിം കൊടുത്തോളൂ.
ഗെയിം കൊടുക്കണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. പോസിറ്റീവായിട്ടുള്ള ഗെയിം കൊടുത്തോളൂ. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനുള്ള ഗെയിമുണ്ട്, സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള ഗെയിമുകളുണ്ട്, സോഷ്യൽ റാപ്പോ സമൂഹത്തോട് നല്ല ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഗെയിമുകളുണ്ട്, കൺസ്ട്രക്റ്റീവ് ഗെയിംസ്, വീടും മറ്റുള്ളതൊക്കെ ബിൽഡിങ്ങുകളൊക്കെ മാറ്റിയിട്ട് അവിടെ വേറെ ബിൽഡിങ്ങുകൾ കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടല്ലോ. റീകൺസ്ട്രക്ഷൻ ഓഫ് ദുബായ്, റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ദുബായ് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഗെയിമുണ്ട്. ബുർജ് ഖലീഫ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ കടൽപ്പുറം കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ടൊക്കെ അലൈൻമെന്റ് ചെയ്യുന്ന ഗെയിമുകളുണ്ട്. ഇതൊക്കെ കൺസ്ട്രക്റ്റീവ് ഗെയിമുകളാണ്. ആ ഗെയിമുകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവിടെ ബുദ്ധി ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. പോസിറ്റീവ് ഗെയിമുകളാകാം. മൊബൈലൊന്നും പെട്ടെന്ന് വാങ്ങിക്കേണ്ട സാധനമൊന്നുമല്ല. അത് ഞാൻ പറയാണ്, നിങ്ങൾ വിചാരിച്ചെന്ന് മൊബൈലേ കൊടുക്കേണ്ടതാണ്, അത് തെറ്റ്. കാരണം ഇത് ജൻ സി കഴിഞ്ഞിട്ട് ജൻ ആൽഫയിലേക്ക് കടന്നൊരു കാലഘട്ടമാണ്. ജൻ ആൽഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ടെക്നോളജിയിൽ ജനിച്ച് ടെക്നോളജി പിടിച്ചുകൊണ്ട് വളർന്ന കുട്ടി എന്നാണ്. 1 വയസ്സായ കുട്ടിക്ക് ഇപ്പൊ ടെക്നോളജി പരിചയമാണ് അല്ലേ? ചിലപ്പോ ഇങ്ങനെ നോക്കിക്കാണ്ടിരിക്കുമ്പോൾ മലന്നാണ്ട് വീഴല്. അത്ര ചെറുപ്പത്തിലെ മൊബൈൽ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ ടെക്നോളജി. പക്ഷേ ആ ടെക്നോളജി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ആ കുട്ടി ഉയർന്നു പോകട്ടെ. മൊബൈൽ ഉണ്ടായിക്കൊണ്ട് തന്നെ ഉയർന്നു പോകട്ടെ. ഭാവിയിലൊന്നും ഇനി നോട്ട് ബുക്ക് ഒന്നും ഉണ്ടാവില്ല. നോട്ട്ബുക്ക് എന്ന പേരിൽ ഇറങ്ങുന്നതൊക്കെ ടാഗ് ആയിരിക്കും. ഇപ്പോൾ തന്നെ ആയി പലയിടത്തും. മൊബൈലിലായിരിക്കും ഇനി എഴുത്തൊക്കെ വരുന്നത്. ക്ലാസ് റൂമിൽ നിന്ന് പുസ്തകമൊക്കെ പോയിട്ട് മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ക്ലാസ് റൂം മാറാൻ പോവാണ്. അപ്പൊ കുട്ടിയിൽ നിന്ന് മൊബൈൽ വാങ്ങി വെച്ചിട്ട് എന്താ കാര്യം? കാരണം അവരുടെ ലോകമാണ് മൊബൈൽ. അത് കണ്ണിന്റെ കാര്യം മറ്റതൊക്കെ എത്ര സ്ക്രീൻ ടൈം വേണം എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ അതിന്റെ ഭാഗത്തേക്ക് പോകുന്നില്ല. പകരം നമ്മുടെ കുട്ടികൾക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ സ്ക്രോൾ ചെയ്ത് കാണുന്നത് ഏതാണെന്ന് നോക്കണം. അൽഗോരിതം എന്ന് പറയുന്നത് ആണുങ്ങൾക്കൊക്കെ അറിയാം, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ അറിയും. സ്ത്രീകൾക്ക് അറിയാത്തൊരു കാര്യം പറയും. അൽഗോരിതം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ മൊബൈൽ. നിങ്ങളിപ്പോ അപായ എവിടുന്ന് കിട്ടുന്ന ഒരു 4 നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കംപ്ലീറ്റ് അപായ ആയിരിക്കും. അതാണ് അൽഗോരിതം. മോശപ്പെട്ട എന്തെങ്കിലും നമ്മൾ കണ്ടതെങ്കിൽ പിന്നെ വരുന്നതൊക്കെ അതായിരിക്കും. എത്തീസത്തെ കുറിച്ചിട്ട് 2 ഇതാണ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊക്കെ എത്തീസ്റ്റുകളുടെ സ്പീച്ച് ആയിരിക്കും, നിരീശ്വരവാദികളുടെ സ്പീച്ചുകൾ. അപ്പൊ കുട്ടി വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ആരാണ്? ഇപ്പൊ മമ്മൂട്ടിയെ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ എന്നും മമ്മൂട്ടിയുടെ ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുക ടോട്ടലി ഇപ്പൊ മമ്മൂട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മോഹൻലാലേ ഉള്ളൂ എന്നുള്ളതാണ്. അതല്ല, അത് അൽഗോരിതമാണ്. നമ്മൾ നോക്കിയതിന്റെ ആവർത്തി വന്നുകൊണ്ടേയിരിക്കും. ഈ ആവർത്തി വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കുട്ടികൾ അറിയാതെ അഡിക്ഷനിലേക്ക് പോയി പോകും. അത് കാണുന്ന അഡിക്ഷനിലേക്ക്, ആ അഡിക്ഷൻ പിന്നീട് അവന്റെ പ്രകൃതത്തെ മാറ്റും. ബിഹേവിയറൽ തെറാപ്പി മാറ്റിയിട്ട് ബിഹേവിയർ തെറാപ്പിയിലൂടെ അവന്റെ ബിഹേവിയർ തന്നെ ഇങ്ങോട്ട് മാറ്റിയെടുക്കണം നമ്മൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നോക്കൽ നമ്മുടെ കുടുംബത്തിന്റെ അനിവാര്യതയാണ്.